ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 31 ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള ലോങ് മാർച്ചിന് പിന്തുണ പ്രഖ്യാപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സഹകരിക്കേണ്ടതില്ലെന്ന് സംഘടനാ ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് പുനഃപരിശോധനാ ഹർജി നൽകി. പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ച് കോടതിയെ വസ്തുത ബോധ്യപ്പെടുത്തി പ്രശ്നപരിഹാരത്തിന് ഇടപെടൽ നടത്തണമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാസം 31 ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ലോങ് മാർച്ചിനും ദേവികുളം താലൂക്കിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 6-ാം മൈലിൽ നിന്നും നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസ് പരിസരത്തേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധ സൂചകമായി 31 നടത്തുന്ന ലോങ് മാർച്ചിന് പിന്തുണയറിയിക്കുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അടിമാലിയിൽ പറഞ്ഞു. എന്നാൽ അന്നേ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള ഹർത്താലുമായി സംഘടന ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി സഹകരിക്കില്ല. കടകൾ അടയ്ക്കാതെ സംഘടനാംഗങ്ങൾ ലോങ് മാർച്ചിന്റെ ഭാഗമാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടുത്ത 31-ാം തീയതി നാഷണൽ ഹൈവേ സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ലോങ് മാർച്ചിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സർവ്വവിധ പിന്തുണയും ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ ഏതാനും ചില ആളുകൾ ചേർന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ നടത്തിയ പ്രഖ്യാപനമാണ് അന്നേ ദിവസം ഹർത്താൽ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ കടകളും അടച്ച് വാഹന ഗതാഗതങ്ങളെല്ലാം തടസ്സപ്പെടുത്തി അന്ന് ഹർത്താൽ ആചരിക്കണമെന്നുള്ള ഹൈവേ സംരക്ഷണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തോട് ഞങ്ങൾ യോജിപ്പില്ല. ഇതേ വിഷയത്തിൽ മുമ്പൊരു ഹർത്താൽ നടന്നു കഴിഞ്ഞു. വ്യാപാര മേഖല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. തുടർച്ചയായ ഹർത്താലുകൾ വ്യാപാര മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും. ദേശീയപാതാ വിഷയത്തിൽ തുടക്കം മുതൽ സംഘടന സമര പോരാട്ടങ്ങളുമായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നതാണ്. വിഷയത്തിന്റെ പ്രാധാന്യം ഗൗരവമുള്ളതാണ്. ദേശീയപാത കോർഡിനേഷൻ കമ്മിറ്റി ഹർത്താലിൽ നിന്ന് പിന്മാറി ലോങ് മാർച്ച് ശക്തിപ്പെടുത്തണമെന്നും മണ്ഡലത്തിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ ലോങ് മാർച്ചിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, നിയോജക മണ്ഡലം ഭാരവാഹികളായ സാൻഡി മാത്യു, ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.